പുതിയ ഇറക്കുമതിയാണല്ലോ. എങ്ങോട്ടാ മകളെ? എന്റെ വണ്ടി പോവാ. ഇങ്ങോട്ട് കയറിക്കട്ടെ. ഈ വണ്ടിയിലോട്ട് കയറിയട്ടെ. കറക്റ്റ് രാവിലെ. മുത്തു, എന്താ ഇവിടെ ബഹളം? അല്ല സാർ, ചാർജിനെ പറ്റി പറഞ്ഞ. അല്ല, ഞാൻ കൊണ്ട് വിടാവെന്ന് പറയായിരുന്നു സാർ. എന്താ കുട്ടി? ഞാൻ ടൗണിൽ പുതിയതായിട്ട് വന്നാണല്ലേ? അതെ. എങ്ങോട്ടാ പോണ്ടേ? ഈ ആളിനെ കാണണം. ഈ സ്ഥലം ഞാൻ പോകുന്ന വഴിക്കാ. കയറി കയറി അവിടെ ഇറക്കി വിടാം. വേണ്ട സാർ, ഞാൻ പോയിക്കൊള്ളാം. തനിച്ചോ? അതും ഈ രാത്രി വെറുതെ ആപത്ത് വലിച്ചു വയ്ക്കരുത്. കേറട്ടെ. ഛേദമില്ലാത്തൊരു ഉപകാരം. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? കേറ്. വന്നട്ടെ വന്നാട്ടെ. വണ്ടി വിടറ. എന്റെ കർത്താവേ. ഇതാ, എന്താ പേര്? സീത. എന്താ ഇത്ര ലേറ്റ് ആയത്? ബസ് വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വേറെ ബസ് പിടിച്ചാ പോകുന്നത്. ഈ അഡ്രസ്സിൽ ഇന്ന് തന്നെ പോണോ? നമുക്കൊന്ന് കൂടിക്കളയാം. ചേട്ടാ, ഞാൻ ചേട്ടനെ തേടാത്ത സ്ഥലമില്ല. വനിതാ പോലീസ് ആയിരിക്കും. കണ്ട അന്ന് തന്നെ ചേട്ടൻ എന്റെ മനസ്സിൽ കുടിയേറി. ആശാനെ, ഇത് വട്ടുകേസാ. അതെ അതെ. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ടൊർണാഡോ കേശുവിന്റെ മോള്. ചേട്ടാ, ചേട്ടനെ കൂടാതെ ഒരു ജീവിതം. ഇതൊക്കെ നിന്നെ കണ്ട അന്നേ എനിക്കും തോന്നിയതാ. പറയാൻ നിന്റെ തന്ത സമ്മതിക്കണ്ടേ? അതിനു മുമ്പേ ഇടി തുടങ്ങിയില്ലേ? അയാള് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ആശ നടക്കുവോ? എന്റെ പേര് സരോജിനി. സരോജിനി. ചേട്ടൻ എന്നെ സരോന്ന് വിളിച്ചാ മതി. സരോ ചേട്ടാ, സരോ ചേട്ടാ, സരോ. ഒന്ന് പോടാ. എന്താ സരോ? സരോ, ചേട്ടാ. ഇതല്ലേ ദൈവീക പ്രേമം? അതൊക്കെ കൊള്ളാം. പക്ഷേ മൂപ്പിലാന്റെ തടി ഓർക്കുമ്പോ ഞാൻ എന്തു പറഞ്ഞാലും അച്ഛൻ കേൾക്കും. ഞാൻ അച്ഛന്റെ ഒറ്റ മോളല്ലേ.
എങ്കിൽ ശരി. ആ ഇതൊക്കെ ഒറിജിനൽ അല്ലേ? ഏ? അല്ല ഈ ചെയിനും പെൻഡന്റും? ആ. ചേട്ടന്റെ അഡ്രസ് തന്നാൽ ഞാൻ അച്ഛനെ പറഞ്ഞേക്കാം. അത് വേണോ? കാര്യം നമ്മൾ തമ്മിലായാ പോരെ. അച്ഛൻ അറിയാതെ ചെയ്താൽ എന്നെ കൊല്ലും. അച്ഛനറിഞ്ഞാൽ ഞങ്ങളെയും കൊല്ലും. സത്യം അറിഞ്ഞാൽ അപ്പോഴും കൊല്ലും. ആരെ? കത്രിയാണ് ഒറിജിനൽ കഥകളി ഡാൻസ്. എടാ മുക്കേ, ഓണത്തിന്റെ ഇടയിൽ മാവേലി സ്റ്റോർ മാതിരി എരണം കെട്ടവന് എന്റെ അഡ്രസ് തരാം. അടുത്ത ബുധനാഴ്ച നല്ല നേരം നോക്കി ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ വരും. എന്റെ അഡ്രസ് എന്റെ ഏരിയ കെയർ ഓഫ് പ്ലാറ്റ്ഫോം. വരട്ടെ ചേട്ടാ. അപ്പൊ എനിക്ക് അവളുടെ അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും. എനിക്കാകെ പേടിയാവുന്നു സാർ. ആ ഡയമണ്ട് കിട്ടാതെ അന്ന് അവളെ വിടണ്ടായിരുന്നു. ഇനി അവൾക്ക് മുൻകരുതലുണ്ടാവും. ഞാനൊരു കെണിയൊരുക്കിയാലും. എന്തായാലും ശരി, 1 മണിക്കൂറിനകം അവൾ ഇവിടെ ഉണ്ടാവണം. ജ്യോതി, ഇനി ഇവിടെ താമസിക്കുന്ന അപകടമാണ്. ഇവിടുന്ന് മാറിയേ പറ്റൂ. Oh my God. അനിത് പോയില്ല. ചേട്ടാ,
കൈത്തിരിയില്ലാത്ത ഒരു പെണ്ണിനെ പിടിക്കാൻ കഴിവില്ലാത്തവന്മാർ. അവളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഹാ, ഈ വീമ്പ് പറയാനല്ലാതെ കാശിന് കൊള്ളാത്ത തെണ്ടി. ആ വക്കീലാണ് അവളെ രക്ഷപ്പെടുത്തിയത്. നിനക്ക് എന്തിനും ഒരു മറുപടി കാണും. എനിക്ക് വേണ്ടത് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിവുള്ളവനെയാണ്. ഈ ഒരു തവണ ഒരു തവണയോ എത്ര തവണ? മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ വീടാ. തൽക്കാലം ഇവിടെ താമസിക്കാം. ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ആരും അറിയില്ല. കുറച്ചു നാളെങ്കിലും ഗജരാജിന്റെ കണ്ണിൽ പെടരുത്. ഞാൻ വിചാരിച്ചത് നടക്കുന്നത് വരെ. സീത എന്തിനാ തനിയെ ടൗണിൽ വന്നത്? എന്റെ അനുജത്തെ അന്വേഷിച്ച്. അതും ഒരു ദുഃഖ കഥ തന്നെ. സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും അവളെ കൂട്ടിക്കൊണ്ട് വന്നു. വീട് വിട്ടിറങ്ങിയിട്ട് 3 മാസമായി. ഒരു വിവരവുമില്ല. അനുജത്തിയെ കൊണ്ടുവന്നവന്റെ അഡ്രസ് ഉണ്ടോ? ആ. വരൂ. കൊള്ളാം. എന്താ സാർ? അവൻ ബിരുദൻ തന്നെ. കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ അഡ്രസ്സാണിത്. നിങ്ങളെ അവൻ ശരിക്കും പറ്റിച്ചു. അപ്പൊ എന്റെ അനുജത്തി? സീത വിഷമിക്കാതെ നമുക്ക് അന്വേഷിക്കാം. നിന്റെ അനുജത്തി നന്ദിനി എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അതുവരെ നിനക്ക് എന്റെ കൂടെ കഴിയാം. പതിനായിരം കുറെ കൂടുതലല്ലേ ദാമോദര? അത് ഈ കിളുന്ത് പെണ്ണിന്. അച്ഛൻ തന്നെ പറഞ്ഞില്ലേ പെണ്ണ് കിളുന്താണെന്ന്. അതിനല്ലേ കാശ്. അല്ലാണ്ട് വല്ല മുതുക്കിയോ തള്ളയോ കൊണ്ടുവന്നിട്ടാണോ ഞാൻ ഈ തുക ചോദിക്കുന്നത്? എന്നാലും 10,000. ഇന്ന് കാലത്തായിരുന്നു കല്യാണം. താലി കിട്ടിയ ഞാൻ വരെ തൊട്ടിട്ടില്ല. പിന്നെ 10,000 തന്നാലെന്താ? ശരി ശരി, നീ എന്റെ പഴയ കസ്റ്റമർ അല്ലേ? വെറും കസ്റ്റമറോ? ഇവിടുള്ള പെണ്ണുങ്ങളിൽ പകുതിയെങ്കിലും എന്റെ പഴയ ഭാര്യമാരല്ലേ? അത് മറക്കരുത്. ഹാ, അതുകൊണ്ട് നീ പറഞ്ഞ രൂപ തരുന്നു. താലി കെട്ടിയ പെണ്ണിനെ വിറ്റ് ജീവിക്കുന്ന Don't move. പെണ്ണിന്റെ കണ്ണീര് വിറ്റ് നിന്ന് കൊഴുത്തുപോയി. ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ നിനക്ക് ആഭരണങ്ങൾ വേറെ. അയ്യോ, എന്നെ കൊല്ലരുത്. ഞാൻ എല്ലാം ഒരു അയ്യോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം തരാം. നിങ്ങളെ മുതലെടുത്തുണ്ടാക്കിയ ഇവരുടെ ആഭരണങ്ങൾ ഇതും എടുത്തോണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. നിനക്ക് കല്യാണം കഴിക്കാൻ കൊണ്ട് ഒരാള്. കണ്ടില്ലേ നിന്റെ ഭർത്താവിന്റെ മഹിമ? ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. പൊയ്ക്കോ. അയ്യോ, ഈ കുട്ടി ഇവിടെ ഉണ്ടോ? സത്യം പറയണം. ഭഗവാനാണ് സത്യം. ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല, എന്നെ കൊല്ലരുത്. ഞാൻ പറയുന്നെല്ലാം സത്യമാണ്. നീ അങ്ങനെ അങ്ങ് പോയാലോ? നീ വഞ്ചിച്ച പെൺകുട്ടികളുടെ കണ്ണീരിന് കണക്ക് പറയണ്ടേ?